വിദ്യാഭ്യാസത്തിന്റെ പരമലക്ഷ്യം ആധ്യാത്മജ്ഞാനമാണെന്നും വിജ്ഞാനം അതിലേക്കുള്ള മാർഗങ്ങളാണെന്നും വിശ്വസിക്കപ്പെട്ടിരുന്നതുകൊണ്ടാണ് വിശുദ്ധ ചാവറയച്ചൻ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന സങ്കല്പം സാധ്യമാക്കുവാൻ യത്നിച്ചത്. വിദ്യാലയങ്ങളിൽ ആരോഗ്യപരമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുകയും ബാഹ്യവും സാമൂഹികവുമായ പ്രതിലോമ ശക്തികളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ ആരോഗ്യപരമായ അന്തരീക്ഷത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നതിനും അധ്യാപക പദവി വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു നല്ല അധ്യാപിക എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് റാന്നി സ്വദേശിയായ ഷൈനി ജോസഫ് ടീച്ചർ. വടശ്ശേരിക്കര ടി തോമസ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരിക്കുന്ന ടീച്ചർ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ റാന്നി ഇൻഫന്റ് ജീസസ് ഫൊറോന ഇടവകാംഗമാണ്. ഭർത്താവ് ചേന്നാട്ട് ഇമ്മാനുവേൽ മാത്യു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. നിരവധി അവാർഡുകൾക്കും അംഗീകാരങ്ങൾക്കും പുറമെ ഇക്കഴിഞ്ഞ 2024-25 വർഷത്തെ ഏറ്റവും നല്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ്. ടീച്ചർ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് സ്കൂളിലും ഇടവക തലത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിലും ടീച്ചർ വളരെ ആക്റ്റീവാണ്. ടീച്ചറിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? എന്താണ് ടീച്ചറിൻ്റെ നമ്മുടെ കുടുംബം കാര്യങ്ങളൊന്നും? പേര് ഷൈനി എന്നാണ്. ഞങ്ങൾ പാലായിലായിരുന്നു വീട്. റാന്നിയിൽ ജോലി കിട്ടി ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ശരിക്കര ടി തോമസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1998 ഞാൻ ജോയിൻ ചെയ്തു. എൻജിനീയറിംഗ് കോളേജിൽ ബിടെക് കഴിഞ്ഞതാണ്. ഇവിടെ വൊക്കേഷണൽ ടീച്ചറായിട്ട് ഇലക്ട്രോണിക്സിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡ് സെൻട്രൽ ബാങ്കിലെ മാനേജറായിട്ട് ജോലി ചെയ്തു. മക്കൾ 2 പേരാണുള്ളത്. മൂത്തയാളിപ്പം എംടെക് കഴിഞ്ഞ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഇളയാൾ പാലാ സെൻറ് തോമസ് കോളേജിൽ MSc സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഭാരത സംസ്കാരത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ആഴത്തിനും വ്യാപ്തിക്കും ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. കാലഘട്ടം മാറി, ജീവിത രീതിയും ചിന്താഗതികളും മാറിക്കൊണ്ടിരിക്കുന്നു. പുത്തൻ ആശയങ്ങളും ചിന്താധാരകളും ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധ്യാപകരുടെ പ്രവർത്തന മേഖലകളുടെ വ്യാപ്തി കൂടുകയും ചെയ്യുന്നതിന്റെ ഫലമായി ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണെന്നും സമൂഹത്തിന്റെ ഉന്നതിക്ക് നിദാനമായ കാര്യങ്ങൾ തന്റെ കഴിവനുസരിച്ച് സമർപ്പണ മനോഭാവത്തോടെ ചെയ്യാനുള്ള സന്നദ്ധത അവർക്കുണ്ടായിരിക്കുകയും ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിച്ച് ശക്തിപ്പെടുത്തുകയും പൗരന്മാരെ സ്വാശ്രയശീലമുള്ളവർ ആക്കുകയുമാണ് ആധുനിക ഭരണ സംവിധാനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന കാഴ്ചപ്പാട് സജീവമാവുകയും ചെയ്തിരിക്കുകയാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി തന്റെ ജീവിതം അനുദിനം വിശുദ്ധ ബലിയോട് ചേർത്തുവെച്ച് പ്രാർത്ഥനയുടെ പിൻബലവും കൈമുതലാക്കി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അക്ഷീണം യജ്ഞിച്ചുകൊണ്ടിരിക്കുന്ന ഷൈനി ടീച്ചറിന്റെ ജീവിത വഴികളിലൂടെയും പ്രവർത്തന മേഖലകളിലൂടെയും ഒരു എത്തിനോട്ടം. 1998 ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തിയത്. ഞാൻ ബിടെക് കഴിഞ്ഞപ്പം ട്രെയിനിങ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തോടിരുന്ന ആളാണ് ആദ്യമേ. എന്നോട് ഹസ്ബൻഡാണ് പറഞ്ഞത്, നമുക്ക് മക്കളെ നോക്കാനും എല്ലാം നല്ലത് ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല അതാണ് എന്ന്. ഹസ്ബൻഡിൻ്റെ ഒരു താല്പര്യപ്രകാരം ഞാൻ ടീച്ചിങ് ഫീൽഡിലെത്തിയെങ്കിലും അതായിരുന്നു എനിക്ക് ദൈവം പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലത് ഉചിതമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ദൈവം ഹസ്ബൻഡിനോട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ടീച്ചിങ് ഫീൽഡ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ അന്ന് മുതൽ ആദ്യമേ ഞാൻ IHRD 1 വർഷം ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇവിടെ പത്തനംതിട്ട കുട്ടിക്കാനം അതിനുശേഷമാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ടീച്ചറിൻ്റെ ഈ അധ്യാപന ജീവിതത്തിൻ്റെ ഏറ്റവും മറക്കാനാകാത്ത സമയം അല്ലെങ്കിൽ സന്ദർഭങ്ങൾ എപ്പോഴായിരുന്നു? മറക്കാനാകാത്ത സന്ദർഭം എന്ന് പറയുന്നത് ഈ ഒരു 5 വർഷം തന്നെയാണ്. കാരണം ഞാൻ അതിനു മുമ്പുള്ള പീരീഡിൽ ഞാൻ എൻ്റെ കുടുംബം കൂടുതൽ സമയം കുടുംബത്തിന് വേണ്ടി മാത്രം ചിലവാക്കിക്കൊണ്ടിരുന്ന കൊച്ചുങ്ങൾ അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പം എനിക്ക് കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം സമൂഹത്തിന് വേണ്ടിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചപ്പം അതിനുള്ള ദൈവം എന്നെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നു. ഈ സമൂഹത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ എന്താണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്? ആദ്യമേ പഠിച്ച് ബിടെക് കഴിഞ്ഞെങ്കിലും ഞാൻ എംടെക്കിന് പോകാനാണ് വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സ്കൂളിൽ ഒത്തിരി സോഷ്യലിയും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് വരുന്നത്.
ഒന്നുകിൽ പേരൻസ് ഇല്ലാത്ത കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പേരൻസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചത്, അമ്മ വേറെ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ അച്ഛനും അമ്മയും ഇല്ലാത്തവർ, തന്നെ പണിക്ക് പോയി ജോലി ചെയ്യുന്നവർ, ഇതുവരെ ജീവിതത്തിൽ പഠിച്ചിട്ടില്ല, വെറുതെ സ്കൂളിൽ വരുന്നു പോകുന്നു, അങ്ങനെ ഒരു കുറേ അധികം കുട്ടികളാണ്. ഇപ്പം കുറേ അധികം പ്രശ്നങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടാകാറുണ്ട്. ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് മനസ്സിലായി. അപ്പോൾ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാനും എനിക്ക് കൂടുതൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാനും ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കാമെന്ന് വിചാരിച്ച് അത് എനിക്ക് ശരിക്കും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി. പിന്നെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട്, അതിന് മുമ്പ് പറയുവാണെങ്കിൽ സൺഡേ സ്കൂളിൽ ഞാൻ 2002 മുതൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. സൺഡേ സ്കൂളിലെ മിഷലീങ്ങിൻ്റെ പ്രവർത്തനങ്ങളും, അതുപോലെ 11ാം ക്ലാസ്സിലെ പ്രോജക്റ്റ്, നമ്മൾ ഒരു അനാഥാലയം പോയി വിസിറ്റ് ചെയ്ത് അവിടെ ഞാൻ പിള്ളേരെയും കൊണ്ട് പോയി ഒരു ദിവസം മുഴുവൻ അവിടെ സർവീസ് ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മളിൽ നിന്ന് കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയാൽ ചെയ്യാനുള്ള അവസരം അവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ ഞാൻ നമ്മുടെ ഹോം ഓഫ് പീസ് ഒക്കെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിള്ളേരെയും കൊണ്ട് അവിടെ പോകാറുണ്ട്. അവിടെ ഇത്രയും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, ഹോം ഓഫ് പീസ് പോകാറുണ്ട്. നമ്മുടെ കുന്നന്താനത്തെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇത്രയും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അവിടെ ഇത്രയും എനർജറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. IAS വരെ കോച്ചിങ് ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്രയും കഴിവുകൾ ദൈവം തന്നിട്ട്, അല്ലെങ്കിൽ ഇത്രയും എല്ലാ കൈക്ക് കൈയുണ്ട്, കാലിന് കാലുണ്ട്, എല്ലാം തന്നിട്ട് നമ്മൾ വീടിന് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ്. സാർ ചോദിച്ചാൽ എന്താ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു. അങ്ങോട്ടൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ നമ്മൾ സ്കൂളിൽ ഇങ്ങനെ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറായിരിക്കുമ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് പഠിച്ചാണ് കേട്ടോ, കുട്ടികളുടെ ഹൗസ് വിസിറ്റ് നടത്തുക എന്നുള്ളത്. ഞാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വരാതിരിക്കുന്ന കുട്ടികളുടെയൊക്കെ വീട് വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. വീട് വിസിറ്റ് പോകുമ്പം പല വീടുകളിലും ചെല്ലുമ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. ചിലത് ഒറ്റമുറി വീടായിരിക്കാം, ചിലത് വീടില്ല, അങ്ങനെയുള്ളതൊക്കെ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒരു കുട്ടിയുടെ വീട്ടിൽ ഒരു പേരൻ്റ്, ആദ്യത്തെ സംഭവം പറയുകയാണെങ്കിൽ, ഒരു പേരൻ്റ് എന്നെ സ്കൂളിൽ വരുന്നു അന്വേഷിച്ച്, പ്രിൻസിപ്പളിയാണ്, എന്നെയല്ല അന്വേഷിക്കുന്നത്, ഞാനൊരു NSS പ്രോഗ്രാം ഓഫീസറിനേ ഉള്ളൂ. ഈ അമ്മ വന്ന് സ്കൂളിൽ വന്ന് പറയുകയാണ്, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്, എനിക്ക് ഒരു വീടില്ല താമസിക്കാൻ, കടക്കെണിയിലാണ്, ഹസ്ബൻഡിന് ജോലിയില്ല. ടീച്ചർ ആ മാഡം BEd കഴിഞ്ഞാണ്, MSc BEd ആയിട്ടുള്ള ഒരാളാണ്, ഒരു ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം കുടുംബം നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഈ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന പൈസ കിട്ടുന്നെങ്കിലും അത് കിട്ടുന്ന അന്ന് തന്നെ വന്ന് കടക്കാർ വന്ന് പൈസ വാങ്ങുന്നു, പട്ടിണിയിലായുള്ള അവസ്ഥയാണ്. അപ്പം ഒരു ഷീറ്റ്, പകുതി വീട്, ലൈഫിൻ്റെ വീട് കിടക്കുവാണ്. അപ്പം അതിൻ്റെ ബാക്കി പണിയാനായിട്ട് അവർക്ക് സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ ഈ വീടിന് മുകളിൽ വെച്ചിട്ട് ഒരു പടുത ഇട്ട് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എത്തുന്നത്. അങ്ങനെ ഒരു ഷീറ്റോ എന്തെങ്കിലും ഇട്ട് തരാമോ, എനിക്കൊന്ന് കയറി താമസിക്കും. ഒരു വാടകയ്ക്ക് പോലും ഒരു വീട് തരുമല്ല ടീച്ചറെ. കടക്കാർ വന്ന് അവിടെ വന്ന് ശല്യപ്പെടുത്തുമ്പോൾ വീട് തരത്തില്ല. ഞാൻ പോയി കണ്ടു. അവിടെ പോയി കണ്ടു കഴിഞ്ഞ് എനിക്ക് എവിടെ നിന്ന് ഫണ്ട് വരും എന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞപ്പം സാറേ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പോയി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ കണ്ടു, വാർഡ് മെമ്പറെ കണ്ടു, അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചു. ഇതെല്ലാം പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനിങ്ങനെ സ്കൂളിൽ സംസാരിച്ചു, വ്യാപാരി വ്യവസായികൾ അവരോട് സംസാരിച്ചു. ഞാൻ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഒരു വീട് പൊളിയുന്ന വീടിൻ്റെ കതകോ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാമെന്നോർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചന്തയുടെ റോഡിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ടീച്ചർ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ കട നടത്തുന്ന ആൾ ഒരു വീട് പൊളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വീട് പൊളിക്കുന്നിടത്ത് സാറിനെ ഒന്ന് കാണാൻ വന്നതാണ്. അവിടുന്ന് കുറച്ച് കതകോ ജനലോ എല്ലാം കിട്ടുമെങ്കിൽ എനിക്ക്. അപ്പോൾ എന്നോട് ചോദിച്ച മനുഷ്യൻ പറയാണ്, ടീച്ചർ എൻ്റെ വീട്ടിൽ 2 ജനലുണ്ട്, ഞാൻ ആ 2 ജനൽ ടീച്ചറിന് തരാം. അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് 2 ജനൽ കിട്ടി. ഞാൻ ഒരു കതകിന് വേണ്ടി ആ സാറിനെ കാണാൻ ചെന്നപ്പോൾ ആ സാറ് അവിടുന്ന് ഒരു പഴയ കതകും അതിനോടൊപ്പം ഒരു കതക് പണിയാനുള്ള പൈസയും തരാമെന്നു, ഫ്രണ്ട് കതക് നന്നായിട്ട്. അതുപോലെ തന്നെ ഞാൻ പോയ വഴിക്ക് വ്യാപാരി വ്യവസായികളെ കണ്ട ആ സാർ പറഞ്ഞു, ടീച്ചറും കൂടെ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, ഇത് നല്ലൊരു കാര്യമാണല്ലോ, ഞങ്ങളും സഹായിക്കാം, നമുക്ക് കുറച്ച് കളക്ട് ചെയ്യാം. ഞാൻ പൈസ ആയിട്ട് ആരുടെയും കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ കടകളിൽ സിമെൻറ്റ്, മണൽ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കുന്നവർക്ക് അവിടെ പൈസ അവരെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ കടയിൽ ചെന്നിട്ട് മണലും കമ്പിയൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് 16,000 രൂപ ആയിരിക്കുന്ന ബില്ലിൽ 5 പൈസ ഇല്ലാതെ എൻ്റെ ടാക്സ് മാത്രം മേടിച്ച്
പൈസ തന്നവരുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി മഹത് വ്യക്തികളുടെ സഹായത്തോടു കൂടി അന്ന് ആ വീട് ഞാൻ വാർത്തിട്ട് ഞാൻ അവിടെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടു. ഷൈനി ജോസഫ് ടീച്ചറിന് ഈ വർഷത്തെ അധ്യാപകർക്കുള്ള ഏറ്റവും നല്ല അധ്യാപികയ്ക്കൊരു സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിലും ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരുടെ നിലയിലും എനിക്ക് വലിയ അഭിമാനമാണ്. ടീച്ചർ തീർച്ചയായിട്ടും ഡിസേർവ് ചെയ്യുന്ന ഒരു അംഗീകാരമാണിത്. എനിക്കൊരു 25 വർഷമായിട്ട് ടീച്ചറിനെ പരിചയമുണ്ട്. ദീർഘവർഷങ്ങളായി NSSൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന അവാർഡ് ടീച്ചറിന് നാഷണൽ സർവീസ് സ്കീമിൻ്റെ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവാർഡ് അത് വളരെ അറിയിക്കുന്നതാണെന്ന് മാത്രമല്ല, അത് ടീച്ചറിന് വളരെ നേരത്തെ ലഭിക്കേണ്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ വർഷം ഒരുപക്ഷെ അധ്യാപക അവാർഡിന് അപേക്ഷിക്കുന്ന സമയമായപ്പോൾ ടീച്ചറിന് മടിച്ചതാണ്. ഞങ്ങൾക്ക് നിർബന്ധിച്ചിട്ടാണ് ടീച്ചർ അത് അവാർഡിന് അപേക്ഷിക്കാൻ തയ്യാറായത്. പിന്നീട് സ്കൂളിലെ ആവശ്യമുള്ള, അതായത് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, അവരുടെ വീട്, അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ പുരോഗമനപരമായി പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ് ഷൈനി ജോസഫ്. അവർ സംശയം. പിന്നെ ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടി MLA ക്ഷണിക്കാൻ പോയപ്പോൾ സാർ എന്നോട് ചോദിക്കുന്നു, ടീച്ചറെ ഒരു 28 വയസ്സുള്ള ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയാണ്, ആ കുട്ടി തളർന്നു കിടക്കുവാണ്, അതിന് ബാത്റൂം ഒരു 200 മീറ്റർ അകലെയായിട്ടാണ്, ഈ അമ്മ ഈ 200 മീറ്റർ ഈ കുട്ടിയെ എടുത്തുകൊണ്ടാണ് ടോയ്ലറ്റിൽ പോകുന്നത്. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ച് വെച്ചിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും സാറേ ചെയ്യാം. എനിക്ക് അന്നേരവും എനിക്ക് ഫണ്ട് എവിടെ കിട്ടുമെന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ തുടങ്ങുകയാണ്. പക്ഷേ ഞാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം എനിക്കത് കൊണ്ട് അത് എത്തിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യത്തെ വീട് പണിതാനായിട്ട് വാർത്ത് ഞാൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് നമ്മുടെ പള്ളിയിൽ തന്നെയുള്ള ഒരു വ്യക്തി ഒരു 6000-7000 രൂപയുടെ ബാലൻസ് എനിക്ക് കയ്യിൽ നിന്ന് അധികമായിട്ട് ചിലവായിട്ടുള്ളൂ. ആ സമയത്ത് എനിക്ക് 50,000 രൂപ തന്നു. ഇടമണിക്കിലെ ജോസ് ചായനാണ് തന്നത്. ഞാൻ ആ വീടിൻ്റെ തറയും വാർത്ത് ബാത്റൂമും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ എത്തും പൈസ. അപ്പം ഞാൻ ഇതും സാറിനോട് ഏറ്റു. അങ്ങനെ ഞാൻ അവിടെ പോയി കാണുമ്പോൾ ആ അമ്മേനോട് വലിയൊരു കൈതത്തോട്ടത്തിനകത്താണ്, അങ്ങ് മുകളിലാണ്, ഒത്തിരി കുത്തുകയറ്റമാണ്, വണ്ടിയൊന്നും കയറി ചെല്ലത്തില്ല, അതുപോലത്തെ ഒരു സ്ഥലത്താണ്. ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ ആ അമ്മേനോട് ചോദിക്കുകയാണ്, ടീച്ചറെ എനിക്ക് ഫ്രണ്ടിലൊരു റൂമും കൂടെ വേണം, ആൺകുട്ടികളാണ് 2 എണ്ണം, ഈ കൊച്ചു വയ്യാത്ത കുട്ടി വേറെ ഒരു മുറിയും കൂടെ ഉണ്ട്, നല്ലതാണ്, അതും കൂടെ പണിത് തരാൻ ചോദിച്ചു. ഇതും എൻ്റെ കയ്യിൽ 5 പൈസ എൻ്റെ ആരും തരാമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ തുടങ്ങുന്നത്. അതും ഞാൻ പറഞ്ഞു ചെയ്തു തരാം, ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കല്ല് വേണം കെട്ടണമെങ്കിൽ, ടോയ്ലറ്റ് ഉണ്ടാക്കണമെങ്കിൽ കല്ല് വേണം. ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഒരാൾ കല്ല് വെട്ടി ഇങ്ങനെ മുറിച്ച് വയ്ക്കും, ക്വാറിയിൽ ഇതെടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, ടീച്ചറിന് എത്ര ലോഡ് കല്ലാണ് വേണ്ടത്, അതിന് വണ്ടിക്കൂലി മാത്രം ടീച്ചർ തന്നാൽ മതി, ഒരു ഓൾഡ് സ്റ്റുഡൻ്റാണ്, ഞാൻ ബാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതായി. അതുപോലെ തന്നെ ഞാൻ അവിടെ അങ്ങനെ കല്ല് വെച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു അവർക്കൊരു സ്റ്റേ വന്നു. കല്ല് പൊട്ടിക്കാൻ പറ്റില്ല, എനിക്ക് ഇച്ചിരി ലേറ്റ് ആയിരുന്നു. അവിടെ അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ സിമെൻറ്റോ ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ ഞാൻ അവിടുത്തെ ആ ഏരിയയിലുള്ളവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ പിള്ളേരെയും കൂടെ കൂട്ടി ആദ്യമേ അവരുടെ വീട്ടിലേക്ക് ഒരു റോഡ് വെട്ടി. കാരണം ഈ സാധനങ്ങൾ എത്തിച്ചേർക്കണം, അല്ലെങ്കിൽ ഇത് മുഴുവനും ഒരു 200 മീറ്റർ കുത്തുകയറ്റം ചുമന്ന് കയറണം, ഒരു വണ്ടിയും കയറത്തില്ല. അതായത് അന്ന് ടീച്ചർ NSSന്റെ PO ആയിരുന്നു, പ്രോഗ്രാം ഓഫീസറായിരുന്നു. അങ്ങനെ വഴി വെട്ടിയ ശേഷം ഞാൻ കല്ലെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ സ്റ്റേ ആയി, കല്ലെനിക്ക് കിട്ടത്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും കല്ല് എവിടെ നിന്നാണ്, ഒരു വഴി അല്ലെങ്കിൽ ഒരു വഴി ദൈവം തുറന്നു തരും. ഞാനിങ്ങനെ അത് അറിഞ്ഞ അന്നേരം തന്നെ ഞാൻ കല്ല് ഇവിടെ എങ്ങാനും പൊട്ടിച്ചെടുക്കാനുണ്ടോ ചോദിച്ചപ്പോൾ അവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വലിയ തോട്ടമുള്ളൊരു സാറുണ്ട്. സാർ പറഞ്ഞു, ടീച്ചർ പൊട്ടിക്കാനുള്ള റേറ്റ് തന്നാൽ മതി, കല്ല് ഞാൻ പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞ് എൻ്റെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ സാറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഉദ്ദേശിച്ചതിൽ കൂടുതൽ കല്ല് അവിടെ നിന്ന് പൊട്ടിച്ച് കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഏത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ആദ്യമേ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് കോൺടാക്ട് ചെയ്യും, എന്തെങ്കിലും മാർക്ക് ഇവർക്ക് കിട്ടാനുള്ളതുകൊണ്ടോന്ന്. അപ്പം ഞാൻ അങ്ങനെ അന്ന് അത്തിക്കയം പഞ്ചായത്തിൽ വിളിച്ചു കഴിഞ്ഞപ്പം
അവിടെ നമ്മുടെ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് അലോട്ടാണ്. അത് 50,000 രൂപയാകെ കിട്ടുള്ളൂ. അപ്പം എന്നോട് മേഡം പറഞ്ഞത്, ടീച്ചർ ഈ 50,000 രൂപ കൊണ്ട് ടീച്ചർ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ, 1 2 3 ലക്ഷത്തിൽ കൂടുതലാകും. ഞാൻ കോൺട്രാക്ടറോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഒരു 4 ലക്ഷം രൂപ ആകും ടീച്ചർ ഇത്രയും പണിയണമെന്ന്. അപ്പം അദ്ദേഹം 4 ലക്ഷം പറഞ്ഞാൽ ഞാനൊരു 2 ലക്ഷം കൊണ്ട് തീർക്കും. കാരണം ഞാനും എൻ്റെ പിള്ളേരുമാണ്. പ്ലംബിങ് ചെയ്യും, മാനുവലായിട്ട് ചെയ്യും, പ്ലംബിങ് ചെയ്യും, പെയിൻറ്റിങ് ചെയ്യും, പിന്നെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യും. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യും. അപ്പം അദ്ദേഹം 4 എന്ന് പറഞ്ഞാൽ ഞാനത് 2 തീർക്കും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ആകെ ഒരു 25,000 രൂപ അഡ്വാൻസ് പഞ്ചായത്തിൽ നിന്ന് കിട്ടി. അതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും പഞ്ചായത്തിൽ നിന്ന് ഒരു 25,000 കൂടെ കിട്ടണം. എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സാർ പറഞ്ഞു, ടീച്ചറെ ആ 25,000 രൂപ ഞാനിപ്പോൾ തരാം, ടീച്ചറിന് കിട്ടുമ്പോൾ ടീച്ചർ തന്നാൽ മതി, പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ള അഡ്വാൻസ് ആ സാറാണ് തരുന്നത്. അങ്ങനെ പണി അവിടെ തുടങ്ങി. ഒരു മുറിയും ഒരു ഹാളും ഒരു ബാത്റൂമും ഒരു സിറ്റ് ഔട്ടും പണിത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇതിങ്ങനെ തീരുമ്പോഴാണ് ഞാൻ അറിയുന്നത്, പത്രത്തിലൊരു ന്യൂസ് വന്നു, മൂഴിയാറിൽ നമ്മുടെ ഡാമിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് കാട്ടിലൊരു കുട്ടി വൃക്കരോഗം ബാധിച്ച് ഇങ്ങനെ പച്ച മണ്ണിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ അവന് വീടൊന്നുമില്ല, അവർക്ക് വീടൊന്നും ട്രൈബൽസ് ആണ്. അപ്പോൾ അവർക്ക് വീടൊന്നും പണിയാനായിട്ടുള്ള പെർമിഷനൊന്നുമില്ല എന്നറിഞ്ഞു. ഇവനിങ്ങനെ വാർത്ത കേട്ടോണ്ട് ഞാൻ അവിടെ ചെന്നു. ശരിയാണ്, കുട്ടി വയറൊക്കെ വീർത്തിരിക്കുന്നു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയെ പോലല്ല, അവന് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുകയും പറയാനും പഠിക്കാനും ഒക്കെ ശേഷിയുള്ളൊരു കുട്ടിയാണ്. ഇവർക്ക് കുഴപ്പം, ഇവർക്കൊരു സാധനങ്ങൾ വെച്ചിട്ട് പോയ ഒരു ചെറിയൊരു ഷെഡ് പ്ലാസ്റ്റിക് കെട്ടിയിട്ട് അതിനകത്താണ് ഇവർ താമസിക്കുന്നത്. 4 കുഞ്ഞുങ്ങളുണ്ട്. ഈ മൂത്ത കുട്ടി 4 വയസ്സായതിൻ്റെ ഇടയിലേക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. അമ്മ ക്യാരിയിങ്ങുമായിരുന്നു. അപ്പം ഇവർ പറയുന്ന, ടീച്ചറെ ഞങ്ങൾ ഇവനെയും കൊണ്ടൊന്ന് ഇവർ ആശുപത്രി കൊണ്ടുപോയിട്ടില്ല കൃത്യസമയത്ത്. ആശുപത്രി പോയിട്ട് വന്നു കഴിയുമ്പോൾ ആന ഇതെല്ലാം തട്ടിമറിച്ച് കളയും, ഞങ്ങൾക്ക് പിന്നെ ഒരു സാധനവുമില്ല. ഇവനെ എന്നാൽ കൃത്യമായ ആശുപത്രി കൊണ്ടുപോയി അവിടെ കിടത്താൻ പറഞ്ഞാൽ പോലും ഇവർ മുഴുവൻ സമയം കിടത്തൽ, ഇവരിങ്ങനെ തിരിച്ചു പോയി. ഇതാണ് അവരുടെ അവസ്ഥ. പിന്നെ ഇവന് ഇത്രയും കൂടാൻ കാരണം ഈ പച്ച മണ്ണിലാണ് ഇവൻ കിടക്കുന്നത്. അപ്പം ഞാൻ പിന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം കോണ്ടാക്ട് ചെയ്തപ്പം അവിടെയും പറഞ്ഞു അവരുടെ സഹായത്തിന് വേണ്ടി 15,000 രൂപ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് നിർമ്മിക്കാൻ വേണ്ടി അനുവദിച്ച് തരാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു കല്ലൊന്നും കെട്ടി കോൺക്രീറ്റിംഗ് ഒന്നും ചെയ്യരുത്, അല്ലാത്ത വർക്കുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 15,000 രൂപ കിട്ടിയത് കൊണ്ട് അതിൻ്റെ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴാൻ ചാൻസുള്ള നല്ല GI ഷീറ്റ് തന്നെ ഇടണമായിരുന്നു. ഷീറ്റ് വാങ്ങിയത് തന്നെ എനിക്ക് 33,000-ൻ്റെ മണ്ടയിലായി. ഞാൻ അത് പണിയാനായിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ പോകുമ്പോൾ എവിടുന്ന് പൈസ ഉണ്ടാക്കും, എവിടുന്ന് സാധനങ്ങൾ ഉണ്ടാക്കും എന്ന് വിഷമിച്ചാൽ പോകുന്നത്. അന്നേരം ഞാനിങ്ങനെ നോക്കുമ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഞാനിങ്ങനെ പോകുമ്പോഴെല്ലാം എൻ്റെ കൂടെ കുറച്ച് പിള്ളേരുണ്ട്, എടാ നമുക്കൊന്ന് വണ്ടി നിർത്തി ഈ റോഡ് പണിക്കാരോട് ഇച്ചിരി മണൽ സിമെൻ്റൊക്കെ തരുമോ എന്ന് ചോദിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിർത്തി. അവിടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എഞ്ചിനീയർ എവിടെയാണെന്ന് ചോദിച്ചു. സാറിൻ്റെ നമ്പർ കിട്ടി. ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞ് എനിക്ക് ഇവിടെ പണിയാനായിട്ടുള്ള സിമെൻറ്റും മണലും വേണ്ട മിറ്റലും ഈ റോഡ് പണിക്കാരാണ് തന്നത്. അത് വിളിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു, ടീച്ചർ അവരുടെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാനും അതുപോലൊരു കുടുംബത്തിൽ നിന്നാണ് വന്നത്, അപ്പോൾ ആ വീടില്ലാത്തതിൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ടീച്ചർ ചെയ്തോ, ഞാൻ നിങ്ങൾ ബാക്കിയെല്ലാം സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കൊരു 2 മുറി മൊത്തം ഷീറ്റാണ്, മുകളിൽ വെച്ച മൊത്തം ഷീറ്റ്, സൈഡിലും ഷീറ്റ് കൊണ്ടാണ് മറയ്ക്കുന്നത്. അങ്ങനെ 2 മുറിയും ഒരു കിച്ചണും ഒരു ഹോളുമായിട്ട് അതവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. തറ മാത്രം അവരെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കമ്പൊക്കെ വെട്ടിച്ച്, അതിന് പൈസ കൊടുക്കേണ്ടി വന്നു. കമ്പ് കാട്ടിൽ നിന്ന് അവർ കമ്പൊക്കെ വെട്ടി തൂണുകളൊക്കെ വെട്ടി അങ്ങനെയാണ്, അല്ലാതെ പൈപ്പിലല്ല ചെയ്തത്. പിന്നെ അവിടെയും ഞാൻ അവരോട് പറഞ്ഞു, ഞാനിത് പണിയുമ്പോൾ നിങ്ങളുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ വന്നു. അപ്പോൾ ആ കുട്ടിയും ആ കുട്ടിയുടെ കൊച്ചിൻ്റെ അമ്മാവനും അച്ഛനും കുറേ ആൾക്കാരും ഒക്കെ കൂടി തറയൊക്കെ നിരപ്പാക്കി തന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാനും എൻ്റെ പിള്ളേരും ഒക്കെ പോകുന്ന എനിക്കൊരു
ഓൾട്ടോ കാറുണ്ട് ചെറുത്. അതിനകത്ത് ഞാൻ ഒരു 10-12 പിള്ളേർ ഞാനും കൂടിയാണ് പോകുന്നത്. ഈ 12 പിള്ളേരൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ആൾക്കാരൊക്കെ നോക്കും. പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ പണിക്ക് ഞാൻ ഡ്രൈവ് ചെയ്യും. അപ്പം ഇതിനകത്ത് ഞങ്ങൾക്കുള്ള ഫുഡ്, അവിടെ കടകളൊന്നുമില്ല, ഫുഡും എല്ലാമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് 6 മണിക്ക് പോകുന്ന ദിവസം ഇവിടുന്ന് ഒരു 1000-1500 രൂപ പെട്രോൾ അടിച്ചാൽ അവിടെ ചെല്ലുന്നത്. കാട്ടിൽ കൂടെ പെർമിഷൻ എടുത്ത് വേണം പോകാൻ. ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പണിയാനായതുകൊണ്ട് നമ്മളെ വിടും. രാത്രി നമ്മളിവിടെ പണിതുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കാണാം അപ്പുറത്തൂടെ കാട്ടുപന്നിയൊക്കെ പോകുന്നത് കാണാം. എന്നിട്ട് പണിയും തീർത്ത് ഞങ്ങൾ ഫുഡൊക്കെ ഓരോരുത്തരും ഞങ്ങൾക്ക് ഫണ്ടൊന്നും ഇതിനില്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം ചോറ് ഒരാൾ കൊണ്ടുവരും, കറികൾ ഓരോരുത്തർ കൊണ്ടുവരും. ഇങ്ങനെ ഈ ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നെങ്കിൽ ഒരു ഉത്സവം പോലാണ് ഞങ്ങൾ പോകുന്നത്. കുട്ടികൾ വളരെ ഇഷ്ടപ്പെടും. ഞങ്ങൾ തന്നെ കഥ ഉണ്ടാക്കി അവിടെ എല്ലാ മെഷീനറീസും ഒരുമാതിരി എൻ്റെ ഹസ്ബൻഡ് വാങ്ങിയിട്ടുണ്ട്. മെഷീനറീസ് കട്ട് ചെയ്യുന്ന മെഷീനും വെൽഡിങ് മെഷീനും എല്ലാ മെഷീനറീസും ഉണ്ട്. അപ്പം ഈ മെഷീനറീസ് വെച്ച് ഞങ്ങൾ തന്നെ കഥ ഉണ്ടാക്കി ഷീറ്റ് കട്ട് ചെയ്തു. അങ്ങനെ ആ വീട് കംപ്ലീറ്റ് ചെയ്തു. ഇതിന് പോകുമ്പോൾ എനിക്ക് ഓർക്കാനായിട്ടുള്ളവരുള്ള എൻ്റെ ഒരു ഓൾഡ് സ്റ്റുഡൻറ്റ് ഈ കമ്പിയും മണലും എല്ലാം കൊണ്ടുപോകാനായിട്ട് എൻ്റെ ഒരു ഓൾഡ് സ്റ്റുഡൻ്റ് ആണ് വന്നത്. അവനെ ഞാൻ പെട്രോൾ മാത്രമേ അടിച്ചു കൊടുക്കത്തുള്ളായിരുന്നു. അപ്പം ഈ വണ്ടിയിൽ സാധനങ്ങളുമായിട്ട് പിള്ളേരും കൂടെ കൂടി ചുമന്ന് അങ്ങ് കൊണ്ടുപോവാണ്. രാത്രി 10 മണിക്കൊക്കെയാണ് ഇവിടെ ചിലപ്പോൾ തിരിച്ചു വരുന്നത്. കാരണം ഇത്രയും പെട്രോളും ഒക്കെ ചിലവാക്കി, അല്ലെങ്കിൽ പിള്ളേരുടെ ക്ലാസ്സിൽ ദിവസം പോകാൻ പറ്റില്ല. ഇങ്ങനെ ഏകദേശം 7 വീടുകളോളം പൂർത്തിയാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ട്രൈബൽസിന് വേണ്ടി ഒരു ട്രെയിനിങ് സെൻറ്റർ പൂർത്തിയാക്കി കൊടുത്തു. അവർക്ക് അവിടെ ചെയ്യാൻ വേണ്ട സ്ക്രീൻ പ്രിൻറ്റിങ്ങിന് വേണ്ട മെറ്റീരിയൽ, പേപ്പർ ക്യാരി ബാഗിന് വേണ്ടിയുള്ള മെറ്റീരിയൽ, പിന്നെ തയ്ക്കാനുള്ള മെഷീൻ, അങ്ങനെയുള്ളതെല്ലാം അവിടെ ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചു. ഇതിനൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ സ്കൂളിൻ്റെ മുൻ മാനേജറായിരുന്ന അലക്സ് എന്ന് പറഞ്ഞൊരു സാറാണ്. എനിക്ക് വേണ്ടി ആദ്യമുള്ള എല്ലാ പ്രോജക്റ്റും സാറിനോട് ചോദിച്ചിട്ടാണ് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്. കാരണം വേറെ ഒരിടത്തുനിന്ന് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ സാർ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ സാറ് വളരെയധികം സപ്പോർട്ട് ചെയ്തു. പിന്നെ സ്കൂളിൻ്റെ മാനേജർ, പ്രിൻസിപ്പള്, ബാക്കി സഹപ്രവർത്തകർ, എല്ലാം ഉപരിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ. അവരെനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ എനിക്കിതിനെല്ലാം പോകാൻ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് സപ്പോർട്ട് ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു ഈ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് കയറുന്ന ദിവസം ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം അവർ പോകുന്ന ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമൊക്കെയാണ് ഞാൻ വന്ന് 7 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് കയറുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ അന്നേരം ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടെങ്കിലും ഇവരെന്നെ അവിടെ വന്ന് അമ്മയ്ക്ക് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരും അവിടെ ക്യാമ്പിൽ വരും. എൻ്റെ കൂടെ ക്യാമ്പിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യാൻ സഹായിക്കും. അവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ഇവരെല്ലാവരും അവിടെ നിന്ന് വിസിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ അടുത്തായിരുന്നു പറഞ്ഞാൽ എനിക്കും വരാൻ സാധിക്കണം. അത്രയും ഒരു സപ്പോർട്ട്. ആദ്യത്തെ ഒരു ക്യാമ്പ് നടത്തുന്ന ദിവസം എനിക്ക് തോന്നുന്നു എങ്ങനെ തുടങ്ങും, എനിക്ക് ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ട് പോലെ എങ്ങനെ തുടങ്ങും, ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കണം, എന്നാ ചെയ്യണമെന്ന് പേടിച്ചപ്പോൾ. അപ്പം മീനും മേടിച്ചുകൊണ്ട് ഞാൻ ക്യാമ്പിൻ്റെ അവിടുന്ന് കിച്ചണിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഹസ്ബൻഡും ടീച്ചർമാരും കൂടെ നിന്ന് മീൻ വെട്ടുന്നതാണ്. പിന്നെ ഞാൻ ഈ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല രാത്രിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിലൊരു പ്രശ്നമില്ലാതെ അന്ന് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ മമ്മി ഇവിടെ ഉള്ളത് കൊണ്ടാണ്. മമ്മി ഒത്തിരി സഹായിക്കാറുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ മമ്മി. പിന്നെ ഇത് മാത്രമല്ല, എനിക്ക് കൃഷിയുണ്ട്, ആടിനെ വളർത്തുന്നുണ്ടായിരുന്നു, മുയലുണ്ട്, കോഴിയുണ്ട്, തേനീച്ചയുണ്ട്, മീൻ വളർത്തലുണ്ട്. ഇങ്ങനെയുള്ള പണികളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു ഡ്രസ്സ് അങ്ങോട്ട് അഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് മാറുമ്പോൾ ഡ്രസ്സ് കാണത്തില്ല. ആ സമയത്ത് ഈ പുള്ളി വന്നത് എടുത്തോണ്ട് പോയി പെട്ടെന്ന് തന്നെ അത് കഴുകി അങ്ങോട്ട് ഇടുകയാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്കൊരു സത്യത്തിൽ പറഞ്ഞ ഒരു വിഷമം തോന്നാറുണ്ട്. കാരണം ഞാൻ അതോടുകൂടി ഞാൻ ചെയ്യേണ്ട കാര്യം പാചകകലകളിൽ ഞാൻ സഹായിച്ചു കൊടുക്കുമെങ്കിലും ഇത് പൂർണ്ണമായും തന്നെ പുള്ളിക്കാർക്ക് ഏറ്റെടുത്ത് അത് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല, എൻ്റെ കൂടെ ഞാനിപ്പോൾ പുറത്തേക്ക് പോയി ജോലി ചെയ്യാനായിട്ട് കൃഷിപ്പണിയൊക്കെ ആയിട്ടൊക്കെ മിക്കവാറും ഞങ്ങൾ കൃഷിക്ക് പോകുന്നുണ്ട്. അത് എൻ്റെ കൂടെ എന്നോടൊപ്പം നിന്ന് പൂർണ്ണമായിട്ടും എൻ്റെ കൂടെ കൂടി അത് ചെയ്യാൻ, അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യിക്കാനായിട്ടുള്ള അത് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ കൂടെ കൂടുകയും ചെയ്യും. അപ്പം ചേട്ടായും ഞാനും ഒന്നിച്ച് അമ്മയുടെ ഒരു കെയർ ഓഫിലാണ് വളർന്നത്. ഞങ്ങളെല്ലാവരെയും അടിച്ചു വളർത്തിയാണ് പഠിപ്പിച്ചത്. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഞങ്ങൾക്കുണ്ട്. പിന്നെ വിശ്വാസത്തിൻ്റെ പാതയിലോട്ട് നയിക്കാൻ വേണ്ടി അമ്മ കുറേ കഷ്ടപ്പെടുന്നു. ഇപ്പോഴാണെങ്കിലും ഞങ്ങളെ കൂടുതൽ ഇപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്ന പോലെ തോന്നുവാണെങ്കിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിർബന്ധിച്ച് ചേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഇച്ചിരിയും കൂടെ മടി പിടിച്ചാണെങ്കിൽ അമ്മയുടെ നിർബന്ധം മൂലം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും ഞങ്ങളിപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ട്. അത് അമ്മ പറഞ്ഞിട്ടും
ഒക്കെയാണ് പള്ളിയിൽ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ക്യാരക്ടറിലോട്ട് ഈ ക്യാരക്ടറിലോട്ട് ബിൽഡപ്പായി വന്നത് തന്നെ അമ്മയുടെ കാരണമാണ്. അമ്മയുടെ കോൺഫിഡൻസ്, സത്യം പറഞ്ഞാൽ അതൊരു അങ്ങേയറ്റത്തെ കോൺഫിഡൻസ് ആണ്. അത് രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ബാക്കിയുള്ള സ്ത്രീകളിൽ നിന്ന് നോക്കാൻ നേരത്തേക്ക് എനിക്ക് എന്ത് പണിയാണെങ്കിലും ഇപ്പം മുമ്പിലോട്ട് വന്ന് ഇറങ്ങി ചെയ്യുന്ന ഒരു ടൈപ്പാണ് അമ്മ. കുമളിയിലാണ്. ഫാദർ കൃഷിക്കാരനായിരുന്നു, സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ആ ഒരു കൾച്ചറിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അതാണ്. ഞങ്ങളെല്ലാവരും, ഞാൻ എഞ്ചിനീയറിംഗിന് പഠിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ അവധിക്ക് ചെല്ലുമ്പോൾ ഡാഡിയോട് കൂടി എല്ലാത്തിനും സഹായിക്കാനായിട്ടെല്ലാം ഞങ്ങൾ കൂടുമായിരുന്നു. ഇവിടെ വന്ന് സ്കൂളിലാണെങ്കിലും എനിക്ക് ഒരു 250 കൂടുതൽ ഏത്തവാഴ തൈകളുണ്ടായിരുന്നു. സ്കൂളിൽ കൃഷി ഉണ്ടായിരുന്നു. ഗ്രോ ബാഗ്, സ്കൂളിൻ്റെ മുകളിൽ ഒരു 250ഓളം ഗ്രോ ബാഗിൽ കൃഷി ഉണ്ടായിരുന്നു പച്ചക്കറി. ഇനി ഇവിടെ ഞാൻ ഒരു പയറിൽ നിന്ന് എനിക്ക് ഒരാൾക്കുള്ള അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള പയറാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നിന്ന് എനിക്ക് കിലോ കണക്കിന് പയർ സ്കൂളിൽ നിന്ന് കിട്ടുമായിരുന്നു. അതേപോലെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് സ്കൂളിലുള്ളതെന്ന്. ഇവർക്ക് ഒരു വരുമാന മാർഗ്ഗമാകട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ ആട്ടിൻ കുഞ്ഞുങ്ങളെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ബേക്കറി ബാങ്ക് എന്നും പറഞ്ഞു. സർക്കാരിന്റെ പ്രോജക്റ്റ് ഒന്നും അല്ല, ആദ്യമേ ഒരെണ്ണം മാത്രം സ്വന്തമായിട്ട് വാങ്ങി, ബാക്കി സ്കൂളിന്റെ മാനേജർ സഹായിച്ചു. പിന്നെ അതല്ലാതെ വ്യക്തികളൊക്കെ സഹായിച്ചു. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം നമുക്കൊരു 3 ആട്ടുകുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റിയത് ആദ്യത്തെ വർഷം ഞാൻ. അത് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് അവർ പിറ്റേ വർഷം തിരിച്ചു തരും. അപ്പോൾ അടുത്ത വർഷത്തെ കുഞ്ഞുങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടായപ്പോൾ അടുത്ത വർഷം എനിക്ക് 8 കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റി. അങ്ങനെ ഓരോ വർഷവും അടുത്ത ബാച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങളെ എല്ലാ വർഷവും ആട്ടുകുഞ്ഞുങ്ങളെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. ടീച്ചറിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് ഗവൺമെന്റ് പല അവാർഡുകളും ടീച്ചറിന് തരികയുണ്ടായി. അപ്പം അത് ഏതൊക്കെയായിരുന്നു? സാറേ, ആദ്യമേ എനിക്ക് കിട്ടിയത് 2022-23 വർഷത്തെ ബെസ്റ്റ് യൂണിറ്റ് NSS യൂണിറ്റിന്റെ ജില്ലാ അവാർഡാണ് കിട്ടുന്നത്. ജില്ലാ അവാർഡ് കിട്ടി. അതിനുശേഷം അടുത്ത വർഷത്തിൽ 2 അവാർഡാണ് കിട്ടി സംസ്ഥാന തലത്തിലുള്ളത്. ഒന്ന് ബെസ്റ്റ് യൂണിറ്റിന് സ്കൂളിനുള്ള അവാർഡ് കിട്ടി. 2 ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസറിന് എനിക്കൊരു അവാർഡും കിട്ടി. അങ്ങനെ 2 അവാർഡ് 23-24 വർഷത്തിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ആ അവാർഡ് നമുക്ക് കിട്ടിയിരിക്കുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ NSSന്റെ ബെസ്റ്റ് യൂണിറ്റ് അവാർഡാണ് കിട്ടിയത്. അപ്പം ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റാണ് ഈ 2023-24 സ്റ്റേറ്റിലെ മികച്ച സെല്ലിനുള്ള അവാർഡ് കിട്ടിയത്. അപ്പോൾ ആ മികച്ച സെല്ലിനുള്ള അവാർഡ് കിട്ടിയപ്പോൾ, മികച്ച യൂണിറ്റിന് കിട്ടിയപ്പോൾ നമുക്കത് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അടിസ്ഥാനപരമായ ഒരു അധ്യാപികയാണ്. കാരണം ടീച്ചർ പറഞ്ഞത് മുഴുവനും ടീച്ചറിന്റെ സോഷ്യൽ പ്രവർത്തനത്തെ കുറിച്ചാണ്. ഒരു അധ്യാപക എന്ന നിലയിൽ ടീച്ചറിന് ഉള്ള അനുഭവങ്ങളൊക്കെ എന്തെയാണ്? സാറേ, എനിക്ക് ഒരു അധ്യാപിക ആയതുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള അവസരം ഉണ്ടായത്. ഞാൻ കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹത്തോടുകൂടാണ് കരുതുന്നത്. അവര് ഏത് പ്രശ്നത്തിലുള്ളവരാണെങ്കിലും എന്നോട് അവര് യാതൊരു തരത്തിലും ഒരു മോശമായ രീതിയിൽ സംസാരിക്കുകയൊന്നും ചെയ്തില്ല. കാരണം എൻ്റെ സബ്ജക്റ്റ് അവർ പഠിക്കുകയും ചെയ്യാറ്. ഞാൻ ഓരോ കുഞ്ഞിനെയും അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എല്ലാവരും വന്നു കഴിയുമ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അവരെക്കുറിച്ചൊരു പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട്. എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ എന്തെടുക്കുന്നു, അമ്മ എടുക്കുന്നു, വീട്ടിലെന്തെങ്കിലും അസുഖമുള്ള കുട്ടികളുണ്ടോ അല്ലെങ്കിൽ വീടുണ്ടോ, അങ്ങനെ അവരുടെ പേഴ്സണലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാറുണ്ട്. പിന്നെ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പിള്ളേർ കാണും. ആ ബുദ്ധിമുട്ടുള്ള പിള്ളേരെ അവർക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കി. ചിലപ്പോൾ അവൻ ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ നോട്ട് കൊടുക്കും. അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് ഫോം ചെയ്ത് ഞാൻ പഠിക്കാൻ അറിയാവുന്ന കുട്ടിയോട് ഞാൻ പറയും, എടാ മോനെ, നീ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ നിനക്ക് നിനക്ക് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കുന്നതല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് അങ്ങനെയും അവരെ ഇരുത്തി പഠിപ്പിക്കും. അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ ഏകദേശം മിക്ക വർഷങ്ങളിലും ഒന്നുകിൽ 90 മുതൽ 100% റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ICT ടെക്നോളജി ഉപയോഗിച്ച് പ്രൊജക്ടർ ഉപയോഗിച്ചാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഏറ്റവും പ്രധാനം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നു. പിന്നെ വേണ്ട പ്രോത്സാഹനം ഓരോ കുട്ടിക്കും കൊടുക്കുന്നുണ്ട്. അവരുടെ ഓരോ കഴിവുകളെയും തിരിച്ചറിഞ്ഞ് അവൻ്റെ വ്യക്തിത്വം രൂപീകരിക്കുക എന്നുള്ളതാണല്ലോ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ. അറിവ് മാത്രമല്ല കൊടുക്കേണ്ടത്, പിന്നെ തിരിച്ചറിവും കൂടെ കൊടുക്കണമെന്നാണ് എൻ്റെ ചിന്താഗതി. അപ്പം അങ്ങനെ ഓരോ കുട്ടിയെയും മനസ്സിലാക്കാനും അവനൊരു ഫോർമേഷനും കൊടുക്കാനും സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഉള്ള ആ ഒരു കൺസെപ്റ്റിലായിരിക്കണമല്ലോ എന്നെ ജില്ലയിൽ നിന്ന്
സ്റ്റേറ്റ് അവാർഡിലേക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി അയച്ചത്. എല്ലാ ടീച്ചേഴ്സും അല്ലെങ്കിൽ മാതാപിതാക്കളും ഈ കാലത്ത് അഭിമുഖീകരിക്കുന്ന പ്രശ്നം കുട്ടികളുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതകളാണ്. കാര്യം ഈ കാലഘട്ടത്തിൻ്റെ മറ്റെല്ലാ കാലഘട്ടത്തിലും അപേക്ഷിച്ച് ഈ കാലഘട്ടത്തിൽ കുട്ടികളിൽ അവരെ കണ്ടുപിടിക്കാനും അവരെ കണ്ടെത്താനും അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനും അവരെ കൂടെ ഫോളോ ചെയ്യാനും പറ്റാത്തൊരു കാലഘട്ടം വരുന്നുണ്ട്. ഒരു ടീച്ചർ എന്ന നിലയിൽ ടീച്ചറിന് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും പറയാമോ? ഒത്തിരി അനുഭവങ്ങളുണ്ട് സാറേ. പിള്ളേരെ മോശമായ സ്വഭാവങ്ങൾ കാണിക്കുന്നത്, പക്ഷെ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ട്. അത് സ്നേഹത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി അവരെ നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കും. ഞാൻ പറയാമല്ലോ, ഞാനൊരു ക്യാമ്പ് നടത്തിയപ്പം എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, ക്യാമ്പ് നടത്തി ഞാൻ എൻ്റെ കുട്ടികളെ 50 പേരെയും എൻ്റെ കൂടെ നടത്തി. ഇവർക്കൊക്കെ ഓരോ മോശമായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ മോശമായ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ കൂടെ ഇരുത്തി ഞാൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം, ടീച്ചറെ എൻ്റെ കയ്യിൽ ഇത്രയും സാധനമുണ്ട്, ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ തിരിച്ച് ടീച്ചറിൻ്റെ കൈ തരട്ടെ എന്ന് ചോദിച്ച് എൻ്റെ കയ്യിൽ കുറേ അധികം ലഹരി വസ്തു തിരിച്ചു തന്ന കുട്ടികളുണ്ട്. ഇനി ഞാനിത് ഉപയോഗിക്കത്തില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞുങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നതിന് ചിലപ്പം ഇവരുടെ വീടുകളിൽ പോയി മൊബൈൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കടകളിലെല്ലാം പോയി പറയും, ഈ കുഞ്ഞുങ്ങൾ മൊബൈൽ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് കടകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്കൂളിൽ വന്നിട്ട് നമ്മൾ മൊബൈൽ സ്കൂളിൽ അനുവദിക്കാത്തതിന് കടകളിൽ കൊണ്ടുവെക്കും. അപ്പം കടകളിൽ ഞാൻ പോയി ചെന്ന് പറയും. അതുപോലെ തന്നെ ഏതെങ്കിലും കുഞ്ഞ് മോശമായ രീതിയിൽ എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്നൊരു സപ്പോർട്ടുണ്ട്. ഏതെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ അന്നേരം അവരെന്നെ വിളിക്കും, അല്ലെങ്കിൽ എനിക്ക് വീഡിയോ കിട്ടും. അങ്ങനെ നമുക്ക് പിള്ളേർക്ക് കുറേയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികൾ. പിന്നെ ഞാൻ എന്തെങ്കിലും മോശമായിട്ടുള്ള സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിങ് കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചർ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. തൻ്റെ സ്കൂളിലെ അധ്യാപികയാണ്, രൂപതാ തലത്തിൽ ആനിമേറ്ററാണ് അല്ലേ? അപ്പോൾ ടീച്ചറിൻ്റെ ഒരു പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം, ആ ഒരു ഇൻസ്പിറേഷൻ എവിടുന്നാണ് ടീച്ചറിന് കിട്ടുന്നത്? സാറേ, നമുക്ക് ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണല്ലോ. അപ്പോൾ ആ കുർബാനയിൽ നിന്നുള്ള കരുത്തോടു കൂടിയാണ് ഞാൻ ഓരോ ദിവസവും ഇറങ്ങുന്നത്. ഞാൻ എൻ്റെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളെയും ഈശോയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ പറയത്തില്ല, ഞാൻ ഒരു കഥകിന് വേണ്ടി പോയാൽ എനിക്ക് 2 കഥക് കിട്ടിയാണ് വിടുന്നത്. ഞാൻ ജില്ലാ അവാർഡിന് വേണ്ടി കൊടുത്തപ്പം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ സംസ്ഥാന അവാർഡിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഒരു കരുതൽ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രേ. ഈ ചെയ്തതൊന്നും ഞാനല്ല ചെയ്തത്, ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ചെയ്യാനായിട്ടുള്ള എന്നെ ഒരു ഉപകരണമാക്കി അതിനുള്ള കരുത്ത് എനിക്ക് തന്നു. എന്നെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ സാർ പറയുന്നുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ ഓടി നടക്കുന്ന പറയുമ്പോൾ എനിക്ക് യാതൊരു ശ്രദ്ധയില്ലാത്ത ആളാണ്. ഞാൻ മറിഞ്ഞ് വീഴാറുണ്ട്, മുകളിൽ നിന്ന് വീഴാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടൊക്കെ പോകാറുണ്ട്. പക്ഷെ ഒരു കാര്യങ്ങളും ഒരു തകരാറും കൂടാതെ മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഞാൻ വലിയ പെരയുടെ മുകളിൽ നിന്ന് മറിഞ്ഞ് താഴെ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഞാൻ ഈ വീടുപണിക്കൊക്കെ പോകുമ്പം 2 വീലറിലൊക്കെ ചിലപ്പം പോകുമ്പോൾ നിറയെ കല്ലും സിമെൻറ്റും മണലും ഒക്കെ ഒരു കിൻഡിൽ കണക്കിന് സാധനമൊക്കെ ആയിട്ട് ബൈക്ക് കൊണ്ട് പറഞ്ഞു. ഒരു ബസ്സിൻ്റെ മുന്നിൽ ഞാൻ മറിഞ്ഞു വീണു. ബസ് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി എന്നെ അവിടെ നിന്ന് ആൾക്കാർ പൊക്കിച്ചിട്ട്, അങ്ങനെ എനിക്കൊരു പോറൽ പോലും എൻ്റെ കർത്താവ് എനിക്ക് വരുത്തിയിട്ടില്ല. ദൈവം എന്നെ മുന്നോട്ട് നടത്തുന്നത് അവിടെ നിന്ന് ആ കുർബാനയിൽ നിന്നുള്ള കരുത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സൺഡേ സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ കാലഘട്ടം മുതലേ ഞാൻ സൺഡേ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൺഡേ സ്കൂളിൽ അവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അവിടെ നിന്നാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള വികാരിച്ചമാർ എനിക്ക് ഓരോ അവസരങ്ങൾ തന്നു. അപ്പം അങ്ങനെയാണ് നമുക്ക് ഓരോന്ന് ചെയ്യാനുള്ള മുന്നോട്ട് വരാനായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടിയത് തന്നെ പള്ളിയിൽ നിന്നാണ്. സൺഡേ സ്കൂളിൽ ടീച്ചർ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണ്. ഈ ഇടവകയിലും ഈ ഫൊറോനായിലും ഈ മേഖലയിലൊക്കെയും ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ സാമൂഹിക മേഖലകളിൽ എന്നതുപോലെ തന്നെ ഈ വിശ്വാസ ജീവിത പരിശീലനത്തിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഈ സൺഡേ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നയിക്കുന്നു. ഈ ഫൊറോന തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ടീച്ചർ മുൻകൈ എടുക്കുന്നുണ്ട്.
ഇപ്പോൾ രൂപതയിൽ ആനിമേറ്ററായിട്ടും ശുശ്രൂഷ ചെയ്യുകയാണ്. ടീച്ചറിൻ്റെ കഠിനാധ്വാനവും ആത്മാർത്ഥമായ ശുശ്രൂഷകളുമാണ് തീർച്ചയായിട്ടും നല്ലൊരു അവാർഡിന് അർഹയാക്കിയത്. ഈ ഇടവക സമൂഹത്തിൻ്റെയും ഈ വിശ്വാസ ജീവിത പരിശീലന മേഖലകളുടെയും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ടീച്ചർ ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുവാനിടയാകട്ടെ. അനുദിനം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് എല്ലാ ദിവസവും കുർബാനയെ സംബന്ധിച്ചിട്ടാണ് ടീച്ചർ തൻ്റെ വിദ്യാഭ്യാസ മേഖലകളിലേക്കൊക്കെ പോവുക. അതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആർജിച്ചെടുക്കുന്ന ആ ശക്തി കൊണ്ട് ചെയ്യുന്ന നന്മകൾ തീർച്ചയായും നാടിനും സമൂഹത്തിനുമൊക്കെ അനുഗ്രഹമായി മാറട്ടെ. എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയും ചെയ്യുന്നു.